മനാഫിന് പിന്തുണ കൂടുകയാണ്. മനാഫിനെതിരെ കേസെടുത്തതോടെ മനാഫ് റിയൽ ഹീറോയാകുന്നു. അർജുന് വേണ്ടി അവസാന നിമിഷം വരെ മനാഫ് നിലകൊണ്ടു. അവിടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് പക്ഷേ മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല. അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം മനാഫിന് മറുപടിയുണ്ടായിരുന്നു. അത് കൃത്യം. ആ കുടുംബത്തിനെ മനാഫ് വേദനിപ്പിച്ചതുമില്ല. എന്നിട്ടും കേസ്. തളരുകയാണ് മാനസികമായി മനാഫ്. പക്ഷേ മലയാളി മനസ്സുകൾ മനാഫിനൊപ്പമാണ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുൻ്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിൽ ചർച്ചകൾ തുടങ്ങി. ചിലർ അർജുൻ്റെ കുടുംബത്തെ വിമർശിക്കുമ്പോൾ ചിലർ മനാഫിനെതിരെ പ്രതികരിക്കുന്നു. അതായത് സൈബർ ആക്രമണം മനാഫിനെതിരെയും ഉണ്ടാകുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ ആക്രമണത്തിന് അർജുൻ്റെ കുടുംബം പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമുണ്ടായി. ഇതിൽ ലോറി ഉടമ മനാഫിനെയും പ്രതിയാക്കി. എന്നാൽ മനാഫ് കുടുംബത്തെ ഒരിക്കൽ പോലും ഇകഴ്ത്തിക്കാട്ടിയിട്ടില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ മാപ്പും പറഞ്ഞു. ഇതിനിടെ ലോറി ഉടമ മനാഫിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ അടക്കമുള്ളവർ. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി കാണാൻ തനിക്ക് കഴിയില്ലെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. താൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണെന്നും അഖിൽ മാരാർ അഭിപ്രായപ്പെട്ടു. ഒരു CPM ഗ്രാമത്തിലാണ് അർജുൻ്റെ വീട്. അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയ ശേഷം അതിൻ്റെ അംഗീകാരം മുഴുവൻ മനാഫിലേക്ക് പോയെന്നതാണ് വസ്തുത. 72 ദിവസവും തിരച്ചിലിനെ ഏകോപിപ്പിച്ച മനാഫ് താരമായി. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അർജുനു വേണ്ടി കേരള സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കർണാടകവും നടത്തി. എന്നാൽ എല്ലാം മനാഫ് കൊണ്ടുപോകുന്നുവെന്ന തോന്നലിൽ ചിലർ ചിലതെല്ലാം മെനഞ്ഞു. തുടർന്നായിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ പത്രസമ്മേളനം. സർക്കാരിൽ നിന്നും സംരക്ഷണവും സഹായവും ഉറപ്പുകൊടുത്തവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയായിരുന്നു. അതിലൊന്നാണ് യൂട്യൂബിലൂടെ മനാഫ് പണമുണ്ടാക്കിയെന്നത്. ഇതിൽ ഒരു അർത്ഥവുമില്ല. 2 ദിവസം മുൻപ് വെറും 10,000 സബ്സ്ക്രൈബേഴ്സായിരുന്നു ആ ചാനലിന് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വരുമാനവും കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിന് 3 ലക്ഷത്തിൽ അധികം ഫോളോവേഴ്സ്. മനാഫിന് മലയാളികൾ നൽകുന്ന പിന്തുണയ്ക്ക് തെളിവാണ് ഇതെല്ലാം. വിവാദങ്ങളിൽ കൃത്യമായ വിശദീകരണമാണ് മനാഫ് നടത്തിയത്. എല്ലാ ആരോപണത്തിനും എണ്ണി മറുപടി നൽകി. ആ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞാണ് ആ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതും. അഖിൽ മാരാരുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് മനാഫിനുള്ള അംഗീകാരമാണ്. അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതുണ്ടായില്ലെന്ന് മനാഫ് പറഞ്ഞു. സംസാരിക്കവെ വിതുമ്പിക്കൊണ്ടായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. കേസെടുത്ത കാര്യം രാവിലെയാണ് അറിയുന്നത്. മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല. അർജുൻ്റെ കുടുംബത്തിനെതിരെ കമൻ്റ് ഇടരുതെന്നും ആക്രമിക്കരുതെന്നും പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ്. എന്നെക്കൊണ്ട് കഴിയും വിധം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമയം വരെ അർജുൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത്. ഇനി അങ്ങോട്ടും അവരെ കൂടെ തന്നെ ആകും. എങ്ങനെ കേസിൽ കുടുക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അവരെ കൂടെ തന്നെയാണ്, മനാഫ് പറഞ്ഞു. തൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റും. അതിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മനാഫിനെതിരെ FIR ഇട്ട നടപടി പോലും വ്യാപക പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. മനാഫിന് കിട്ടുന്ന പിന്തുണ സർക്കാരിനെയും അത്ഭുതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ തിരുത്തൽ വന്നേക്കും. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.